കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ചർച്ചാവിഷയമാകാറുള്ള തരൂർ ഫാക്ടർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ശശി തരൂർ എംപിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്കും മഞ്ഞുരുകലിനും ഒടുവിൽ പരിസമാപ്തിയിലായിരിക്കുകയാണിപ്പോൾ. ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ നിർണായക ചർച്ചകൾക്ക് ശേഷം KPCC ആസ്ഥാനത്തെത്തിയ തരൂരിന്റെ വാക്കുകളും നിലപാടുകളും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പുതിയൊരു ഊർജം നൽകുന്നതാണ്. ശശി തരൂർ എന്ന ആഗോള പ്രതിച്ഛായുള്ള നേതാവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. പാർട്ടിയിലെ അധികാര ശ്രേണികൾക്ക് പുറത്തു നിന്നുകൊണ്ട് ജനപിന്തുണ ആർജിക്കുന്ന തരൂരിന്റെ രീതി പലപ്പോഴും പ്രാദേശിക നേതാക്കളെ അലോസരപ്പെടുത്തിയിരുന്നു. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ തരൂരിനെ മാറ്റി നിർത്തുന്നത് ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ ഹൈക്കമാൻഡ് നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി തരൂർ നടത്തിയ 2 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഈ അനുനയ നീക്കത്തിന് ആധാരമായത്. പാർട്ടിയിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന തരൂരിന്റെ പരാതിയും പാർട്ടിയുടെ ഔദ്യോഗിക ലൈനിന് പുറത്ത് തരൂർ നടത്തുന്ന നീക്കങ്ങളിലുള്ള ഹൈക്കമാൻഡിന്റെ ആശങ്കയും ഈ യോഗത്തിൽ ചർച്ചയായി. ചർച്ച അങ്ങേയറ്റം അനുകൂലമായിരുന്നുവെന്നും പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചുവെന്നും തരൂർ വെളിപ്പെടുത്തി. ഇത് കേവലം ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തരൂരിന് നൽകേണ്ട കൃത്യമായ റോളിനെ കുറിച്ചുള്ള ധാരണയായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി തരൂരിന് ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞു. രാഹുൽ ഗാന്ധി തന്റെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. വർഗീയതയ്ക്കെതിരെ രാഹുൽ ഉയർത്തുന്ന ശബ്ദത്തെയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും തരൂർ പ്രശംസിച്ചു. രാഹുലിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചില വിഷയങ്ങളിൽ താൻ എടുക്കുന്ന നിലപാടുകൾ BJP അനുകൂലമായി വ്യാഖ്യാനിക്കുന്നത് മാധ്യമങ്ങളുടെ രീതിയാണെന്നും യഥാർത്ഥത്തിൽ അവ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഭരണപരമായ ക്രിയാത്മക നിലപാടുകൾ എന്ന നിലയിലോ ആണ് പറയുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. മഞ്ഞുരുകലിന് ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന് എത്തിയ തരൂരിന്റെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. AK ആന്റണി, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം തരൂരിനൊപ്പം വേദി പങ്കിട്ടു. പഴയ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി സ്നേഹത്തിൽ മുന്നോട്ട് പോകുമെന്ന തരൂരിന്റെ പ്രഖ്യാപനം അണികൾക്ക് വലിയ ആവേശമാണ് നൽകിയത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ അവസാനിച്ചുവെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഈ വേദിക്ക് സാധിച്ചു. തരൂർ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് വളരെ പക്വമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. താൻ പദവികൾക്കായി ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോൾ ഒരു MP എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നിഷ്പക്ഷ വോട്ടർമാരെയും യുവാക്കളെയും ആകർഷിക്കാൻ തരൂരിനെ പോലൊരു നേതാവിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. ഒരു മികച്ച വാഗ്മികി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വാദങ്ങളെ നേരിടാൻ തരൂരിന് കഴിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. തരൂരിന്റെ അനുനയ നീക്കങ്ങളിൽ ഷാഫി പറമ്പിൽ ഇടപെട്ടുവെന്ന വാർത്തകളും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഷാഫി തന്നെ ഇത് തള്ളിക്കളഞ്ഞു. തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണെന്നും അദ്ദേഹത്തിനെ പോലൊരു മുതിർന്ന നേതാവിന്റെ കാര്യത്തിൽ ഇടപെടാൻ തനിക്ക് വലിപ്പമില്ലെന്നും ഷാഫി പറഞ്ഞു. ഹൈക്കമാൻഡ് നേരിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്നത് പാർട്ടിക്കുള്ളിലെ തരൂരിന്റെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം ശുഭകരമായി തോന്നുമ്പോഴും ചില വെല്ലുവിളികളും കോൺഗ്രസിന് മുന്നിലുണ്ട്. തരൂർ പ്രചാരണത്തിന് നേതൃത്വം നൽകിയാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഉയരാനുള്ള സാധ്യതയുണ്ട്. പുതിയ സമവായങ്ങൾ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യമാകുമെന്നതും കണ്ടറിയണം. ശശി തരൂർ എന്ന നേതാവിനെ അർഹമായ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം നാടിന്റെ വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ തരൂരിന്റെ ശബ്ദം കോൺഗ്രസിന് വലിയ ആയുധമായിരിക്കും. ഒന്നിച്ചു നിൽക്കാം, സ്നേഹത്തോടെ മുന്നേറാം എന്ന പുതിയ ലൈൻ കേരളത്തിലെ വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്.